ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫ് കളറിംഗ് ആണ്. അപ്പോൾ എന്താണ് ഗ്രാഫ് കളറിംഗ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിൻ്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ ഐഡിയ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. അപ്പോൾ ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഗ്രാഫ് ജി എന്ന് പറയുന്നൊരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? രണ്ട് രീതിയിൽ കളർ ചെയ്യാം. ഒന്ന് വെർട്ടെക്സ് കളറിംഗ് ഉണ്ട്, എഡ്ജ് കളറിംഗ് ഉണ്ട്. നമുക്ക് തൽക്കാലം പഠിക്കാനുള്ളത് വെർട്ടെക്സ് കളറിംഗ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ വെർട്ടെക്സ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഈ ഒരു ഗ്രാഫിൽ സപ്പോസ് ഇത് V1, V2, V3, V4 ആൻഡ് V5 5 വേർട്ടീസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 5 വേർട്ടീസസിനെ എനിക്ക് കളർ ചെയ്യണം. പല രീതിയിൽ എനിക്ക് കളർ ചെയ്യാം. എല്ലാം ഒരേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബ്ലൂ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 5 വേർട്ടീസസിനെ എനിക്ക് എന്ത് ചെയ്യാം? കളർ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുറച്ച് മാറ്റിയിട്ട് എനിക്ക് വേറെ ചിലതിന് എന്ത് ചെയ്യാം? വേറെ കളർ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ എനിക്ക് കളർ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ളതൊന്നും നമ്മളിവിടെ കളറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് കളർ ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന 2 വേർട്ടീസസിന് എന്തുണ്ടാവാൻ പാടില്ല? സെയിം കളർ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ എങ്ങനെയാണ് ഒരു ഗ്രാഫ് കളർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഗ്രാഫ് കളറിംഗ് കൊണ്ട് ഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്രാഫിൻ്റെ വേർട്ടീസസിനെ കളർ ചെയ്യണം. സച്ച് ദാറ്റ് ഈ പറഞ്ഞിരിക്കുന്ന വേർട്ടീസസ് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടീസസിന് എന്ത് കിട്ടാൻ പാടില്ല? സെയിം കളർ കിട്ടാൻ പാടില്ല. അങ്ങനെ കളർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാഫ് കളറിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേസിൽ നമുക്ക് എങ്ങനെ കളർ ചെയ്യാം? നമ്മുടെ കയ്യിൽ ഇപ്പോൾ സപ്പോസ് ഒരു 2 കളർ ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കയ്യിൽ റെഡ് ഉണ്ട്. അപ്പോൾ റെഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? V1 എന്ന് പറയുന്ന വേർട്ടീസസിന് ഞാൻ എന്ത് ചെയ്യുന്നു? റെഡ് കളർ കൊണ്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ബ്ലൂ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റെഡ് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? V4നെയും V2നെയും നമുക്ക് കളർ ചെയ്യാൻ പറ്റില്ല. കാരണം V4ഉം V2 എന്താണ്? V1ന് അഡ്ജസൻ്റ് ആണ്. ഗ്രാഫ് കളറിംഗ് ആവണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കണം. അപ്പം ഞാൻ അടുത്തൊരു കളർ എടുക്കുകയാണ്. അപ്പം എന്തായാലും മിനിമം ഇവിടെ കളർ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? 2 കളർ വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ എടുക്കുന്ന ഒരു ബ്ലൂ കളർ എടുക്കുകയാണ്. ബ്ലൂ കളർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ V2നെ കളർ ചെയ്യുന്നു. അതുപോലെ V4നെയും കളർ ചെയ്യുന്നു. കാരണം V2നെയും V4നെയും എനിക്ക് ഒരേ കളർ ഉപയോഗിക്കാം. പ്രശ്നമുണ്ടാവും ഇല്ല. കാരണം എന്താ? കാരണം V2ഉം V4ഉം ഉണ്ടല്ല, അഡ്ജസൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ V2നും V4നും എനിക്ക് സെയിം കളർ യൂസ് ചെയ്യാം. ഇപ്പം എന്തിനൊക്കെ കിട്ടി? V1ന് കിട്ടി, V2ന് കിട്ടി, V4ന് കിട്ടി. ഇനി V3യും V5ഉം എനിക്ക് കളർ ചെയ്യണം. അപ്പോൾ V3 കളർ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ, ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഓൾറെഡി വന്നു. എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഈ ബ്ലൂ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ കളർ ചെയ്ത ബ്ലൂ കളർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ V2 അതുപോലെ V4നും എന്ത് അഡ്ജസൻ്റ് ആണ്? V3 അഡ്ജസൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കളർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക എൻ്റെ കയ്യിൽ വേറൊരു കളറും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ബ്ലാക്കും ഉണ്ട്, അല്ലെങ്കിൽ റെഡും ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നു. ദെൻ അടുത്തത്, അപ്പോൾ അയാളുടെ കയ്യിൽ 3 കളറേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം V3ക്ക് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് യൂസ് ചെയ്യുന്നു. ഇനി ഒരു വേർട്ടീസസും കൂടി ഉണ്ട്, V5. അപ്പം V5ന് അയാൾക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? ഈ പറഞ്ഞ ബ്ലാക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ വേണമെങ്കിൽ റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെഡ് വേണമെങ്കിലും ബ്ലൂ വേണമെങ്കിലും എന്ത് ചെയ്യാം? അയാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഇവിടെ ബ്ലൂ കൊടുക്കുന്നു വിചാരിക്കാം. ഇതെന്താണ്? ഒരു ഗ്രാഫ് കളറിംഗ് ആണ്. അപ്പോൾ ഇവിടെ 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഗ്രാഫിനെ കളർ ചെയ്തത്. ഇനി ഒരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്, ഇതിൽ കുറവ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് എനിക്കിതിനെ കളർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ ഗ്രാഫ് വേറൊരാൾ കളർ ചെയ്യുന്നത്, ഞാൻ ആ കളേഴ്സ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കളർ മാത്രം ഞാനൊന്ന് മാറ്റി കാണിക്കുകയാണ്, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നേരത്തെ എന്ത് ചെയ്തു? V1 റെഡിനെ കൊണ്ടും V2ഉം V3യും ബ്ലൂവിനെ കൊണ്ടും V2ഉം V4ഉം ബ്ലൂ, V3യിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഉപയോഗിച്ചു. അതിന് പകരം വേറൊരാൾ യൂസ് ചെയ്യുന്നത് അവിടെ റെഡാണ്. ശരിക്കും ഇവിടെയല്ല, ഇങ്ങനെയല്ല, ഇതിൻ്റെ മുകളിൽ തന്നെ, അതായത് ഈ വേർട്ടീസിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ കളർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? റെഡ് കൊണ്ട് കളർ ചെയ്യുന്നു. അപ്പോഴും V5ൻ്റെ കളർ എനിക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? V3 റെഡാണ്. അപ്പം V5ന് എനിക്ക് എന്ത് ഉപയോഗിക്കാം? ബ്ലൂ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ പേഴ്സൺ ഉപയോഗിച്ചത് എത്ര കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ്? 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? റെഡ് ഉപയോഗിച്ചു, ബ്ലൂ ഉപയോഗിച്ചു, ബ്ലാക്ക് ഉപയോഗിച്ചു. രണ്ടാമത്തെ ആളോ, സെക്കൻഡ് പേഴ്സൺ ഉപയോഗിച്ചത് എന്തൊക്കെയാ?
റെഡും ബ്ലൂവും മാത്രം. അത് ഉപയോഗിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് കളർ ചെയ്തത്. ഇനി സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം കൂടി വരും, ഒറ്റ കളർ ഉപയോഗിച്ചിട്ട് ഈ ഗ്രാഫ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഗ്രാഫ് കളറിങ്ങിൽ അത് പറ്റൂല. കാരണം അഡ്ജസൻറ്റ് വേർട്ടിസസിന് എന്ത് കിട്ടണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് കളർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് എത്ര വേണം, 2 കളേഴ്സ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രാഫ് കളറിങ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഗ്രാഫിനെ കളർ ചെയ്യുക, സച്ച് ദാറ്റ് അഡ്ജസൻറ്റ് വേർട്ടിസസിന് എന്ത് കിട്ടണം, ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടണം. അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. അവിടെയും വീണ്ടും രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഒരു ഗ്രാഫിന് ഏറ്റവും മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്യാം. അതിൽ കൂടുതൽ കളേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കളർ ചെയ്യാം. അതിൽ ആ മിനിമം എന്ന് പറഞ്ഞതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഡെഫിനിഷൻ വരുമ്പോൾ ഞാൻ പറയും. അന്നേരം ഈ കാര്യം ഒന്ന് ഓർമ്മിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. പ്രോബ്ലം എന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് അതിൻ്റെ സൊല്യൂഷനാണ്, ഈ രീതിയിൽ കളർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്താണ് പ്രോബ്ലം നോക്കാം. കളറിംഗ് പ്രോബ്ലം. സപ്പോസ് ദാറ്റ് you are given a graph G with n vertices and are asked to paint its vertices such that no 2 adjacent vertices have the same color. What is the minimum number of colors that you would require? This constitute a coloring problem. ഞാൻ ആ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യണം, n വേർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫിന് എനിക്ക് കളർ ചെയ്യണം. ആ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ സച്ച് ദാറ്റ് നോ 2 അഡ്ജസൻറ്റ് വേർട്ടിസസ് ഹാവ് ദി സെയിം കളർ. 2 വേർട്ടിസസിന് എന്തുണ്ടാവാൻ പാടില്ല, സെയിം കളർ ഉണ്ടാവാൻ പാടില്ല. ദെൻ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ചോദ്യമാണ് ശരിക്ക് നമ്മളെ കളറിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ദാറ്റ് യു വുഡ് റിക്വയർ ടു കളർ ദ വേർട്ടിസസ്? ഓക്കെ, ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കളറിംഗ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കളറിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ വെർട്ടെക്സ് കളറിംഗ് എന്താണെന്ന് പറയാൻ പോവാണ്. പ്രോപ്പർലി കളറിംഗ് ഓഫ് എ ഗ്രാഫ്. പെയിൻറ്റിംഗ് ഓൾ വേർട്ടിസസ് ഓഫ് എ ഗ്രാഫ് വിത്ത് കളേഴ്സ് സച്ച് ദാറ്റ് നോ 2 വേർട്ടിസസ് ഹാവ് ദി സെയിം കളർ ഈസ് കോൾഡ് ദ പ്രോപ്പർ കളറിംഗ് ഓർ സിംപ്ലി കളറിംഗ് ഓഫ് എ ഗ്രാഫ്. ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള ഗ്രാഫിന് എല്ലാ വേർട്ടിസസും പെയിൻറ്റ് ചെയ്യുക, സച്ച് ദാറ്റ് അല്ലെങ്കിൽ കളർ ചെയ്യുക, സച്ച് ദാറ്റ് നോ 2 വേർട്ടിസസ് ഹാവ് സെയിം കളർ. 2 വേർട്ടിസസ് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടിസസിന് എന്തുണ്ടാവാൻ പാടില്ല, സെയിം കളർ ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ അങ്ങനെ കളർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോപ്പർലി കളറിംഗ് എന്ന് വിളിക്കുക. എന്തായാലും സ്വാഭാവികമായിട്ടും ഞാൻ ഓൾറെഡി ഒരു ഗ്രാഫ് തന്നെ ഇപ്പോൾ 2 രീതിയിൽ കളർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രാഫിന് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർലി കളർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഒരു യുണീക്ക് മെത്തേഡല്ല, ഒന്നിൽ കൂടുതൽ കളറിങ്സ് പോസിബിൾ ആണ്. A graph in which every vertex has been assigned a color according to a proper coloring is called a properly colored graph. എല്ലാ വേർട്ടിസസും നമ്മുടെ കയ്യിലുള്ള ഒരു ഫിക്സഡ് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ ചെയ്തതിന് ഗ്രാഫിന് നമ്മൾ വിളിക്കുന്നത് പ്രോപ്പർലി കളേർഡ് ഗ്രാഫ്. അല്ലെങ്കിൽ കളേർഡ് ഗ്രാഫ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്രോമാറ്റിക് ഗ്രാഫ് എന്ന് വിളിക്കാം. കളർ എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വേർഡാണ്, അല്ലെങ്കിൽ വേറൊരു ഇതിൽ ഉപയോഗിക്കുന്ന അതേ സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ത്, ഒരു വേർഡാണ് ക്രോമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് ഒരേ ഗ്രാഫ് തന്നെ പല രീതിയിൽ കളർ ചെയ്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർ കളറിങ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആദ്യത്തേത് റെഡും ബ്ലൂവും ഗ്രീനും അതുപോലെ യെല്ലോ പിങ്ക് എല്ലാം എന്തായിരുന്നു, ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രോപ്പർലി കളർ ചെയ്തു. ഇതൊരു കളറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എന്താണ്, കളറിംഗ് ആണ്. കാരണം ഇതെന്താണ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഒരു ബേസിക് കണ്ടീഷൻ എന്താ, അഡ്ജസൻറ്റ് വേർട്ടിസസിന് എന്തുണ്ടാവാൻ പാടില്ല, സെയിം കളർ ഉണ്ടാവാൻ പാടില്ല. ഇതെന്താണ്, ഒരു പ്രോപ്പർലി കളറിംഗ് ആയിട്ട് വരുന്ന സംഭവം. ഇതും എന്താണ്, ഒരു പ്രോപ്പർലി കളറിംഗ് ആണ്. ഇതും എന്താണ്, പ്രോപ്പർലി കളറിംഗ് ആണ്. എന്നിട്ട് ഇതിപ്പം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഗ്രാഫ് കളറിംഗ് എന്താണെന്ന് ഡയറക്റ്റ് ചോദിക്കാതെ ഒരു ഇത് തന്നിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരുന്നു. എന്നിട്ട് ഈ ഒരു എക്സാമ്പിൾ സപ്പോസ് ഇവർ ഈ ഒരു പോയിന്റ് ഒന്നാമത്തെ ഗ്രാഫിൽ ഇതിനെയും കൂടി ഇതേ കളർ ഉപയോഗിച്ചിട്ട് ഗ്രീൻ തന്നെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഗ്രീൻ തന്നെ ഈ ഒരു സംഭവത്തിനും കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഒരു കളറിംഗ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ഗ്രാഫ് ഒരു കളറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഇതെന്താണ്, ഒരു കളറിംഗ് ആണ്. ഇനി സപ്പോസ് ഈ ഒരു വെർട്ടെക്സ് എന്താണ്,
ഗ്രീൻ തന്നെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതൊരു കളറിങ് ഗ്രാഫാണ് അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പർലി കളറിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് പറയണം? പ്രോപ്പർലി കളറിങ് അല്ല. എന്നിട്ട് അതിൻ്റെ കൂടെ അവർ ജസ്റ്റിഫൈ എന്ന് പറയും. അവിടെ ജസ്റ്റിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് കളറിങ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻ അവിടെ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അവിടെ കളറിങ് ആവുന്നില്ല എന്നുള്ളത് കാരണം പറയുക. ആ കാരണം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫ് കളറിങ്ങിൻ്റെ ഡെഫിനേഷനാണ്. ആ രീതിയിലാണ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ മൂന്നും എന്ത് തന്നെയാണ്? ഈ മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ ഗ്രാഫിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിങ്സ് ആണ്. ഓക്കെ, ഇനി ഗ്രാഫ് കളറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അൽഗരിതം ഗ്രീഡി അൽഗരിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചില സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന എല്ലാ അൽഗരിതംസിനും ജനറലായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഗ്രീഡി അൽഗരിതം എന്ന് വിളിക്കാം. ഇപ്പോൾ സ്പാനിങ് ട്രീ അൽഗരിതം, അതായത് ക്രെസ്കൽ, പ്രിംസ്, ഇതൊക്കെ എന്താണ്? ഓരോ ടൈപ്പ് ഗ്രീഡി അൽഗരിതം. അപ്പോൾ നമ്മൾ ഈ കളറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം ഒന്നിനെ കളർ ചെയ്തു, പിന്നെ അതിനെ നോക്കി മറ്റേതിനെ കളർ ചെയ്തു. ആ ഒരു ടൈപ്പ് ഓഫ് അൽഗരിതം നമ്മൾ ക്രെസ്കൽ ചെയ്യുന്ന എന്താ? ആദ്യം മിനിമം വെയിറ്റ് എടുത്തു, പിന്നെ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് അടുത്ത മിനിമം വെയിറ്റ് എടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന ടൈപ്പ് അൽഗരിതംസിനൊക്കെ നമ്മൾ ജനറലായിട്ട് എന്ത് വിളിക്കും? ഗ്രീഡി അൽഗരിതം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. കളർ ഫസ്റ്റ് വേർട്ടെക്സ് വിത്ത് ഫസ്റ്റ് കളർ. നമ്മുടെ കയ്യിൽ കുറച്ച് സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ട്. സപ്പോസ് ഒരു 10 കളേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 1 2 3 അപ് ടു 10 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു 10 5 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ? ഇതിനൊരു പ്രോപ്പർ കളറിങ് എടുത്താൽ ആദ്യം ഒരു കളർ എടുക്കും, ഒരു വേർട്ടെക്സിനെ കളർ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ കൺസിഡർ ദ റിമൈനിങ് v-1 വേർട്ടീസസ്. അതായത് ടോട്ടൽ v വേർട്ടീസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള ഇപ്പോൾ 10 വേർട്ടെക്സ് ആണെങ്കിൽ ഒരു വേർട്ടെക്സിനെ ആദ്യം കളർ ചെയ്യുന്നു, ബാക്കി 9 വേർട്ടെക്സിനെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് നമ്മൾ ഒരു താഴെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? കളർ ദ കറന്റ്ലി പിക്ഡ് വേർട്ടെക്സ് വിത്ത് ദ ലോവസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു കളർ എനി ഓഫ് ഇറ്റ്സ് അഡ്ജസൻറ്റ് വേർട്ടീസസ്. എന്ത് ചെയ്യുക? കളർ ദ കറന്റ്ലി പിക്ഡ് വേർട്ടെക്സ് വിത്ത് ദ ലോവസ്റ്റ് നമ്പേർഡ് കളർ ഇഫ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ടു കളർ എനി ഓഫ് ഇറ്റ്സ് അഡ്ജസൻറ്റ് വേർട്ടീസസ്. എന്ത് ചെയ്യാം? നമ്മൾ എടുക്കുന്ന വേർട്ടെക്സ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യാം? ലോവസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ. അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. സച്ച് ദാറ്റ് ആ എടുക്കുന്ന കളർ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വേർട്ടീസസിന് എന്ത് ചെയ്യാൻ പാടില്ല? ഒരേപോലെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അല്ലാത്തൊരു കളർ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന വേർട്ടീസസിന് കൊടുക്കുക. ഇനി ഇഫ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ദെൻ ചൂസ് ദ നെക്സ്റ്റ് ലീസ്റ്റ് നമ്പേർഡ് കളർ. അടുത്ത ലീസ്റ്റ് നമ്പേർഡ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ വേർട്ടീസസ് ഉണ്ട്. v1, v2, v3, v4 ആൻഡ് v5. ഇത്രയും വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് ഞാൻ എടുക്കുകയാണ്. അതിനുശേഷം ഇത് ഞാൻ കളർ ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3 സെറ്റ് ഓഫ് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 4 സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ബ്ലാക്ക് ഉണ്ട്. 4 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഓരോന്നായിട്ട് എനിക്ക് കളർ ചെയ്യണം. അതിനാദ്യം ഞാൻ എടുക്കുന്നത് റെഡ് കളർ എന്ന് ഞാൻ ചൂസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ആർബിട്രറി വേർട്ടെക്സ്, ഫസ്റ്റ് v1 വേർട്ടെക്സ് ആയതുകൊണ്ട് v1നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കളർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കളർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത കളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ എടുക്കുന്നത് ലോവസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താ? ഒറ്റ കളർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തായാലും v2ഉം v4ഉം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂസ് ചെയ്യാത്ത വേറൊരു കളർ ഞാൻ എന്തായാലും യൂസ് ചെയ്തേ പറ്റൂ. ഞാൻ എടുക്കുന്നു യെല്ലോ. ഓക്കെ, അപ്പോൾ യെല്ലോ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ v2 എന്ന് പറയുന്ന വേർട്ടെക്സ് ഞാനൊന്ന് കളർ ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ v3യിലേക്ക് വരികയാണ്. v3യിലേക്ക് വരുമ്പം ഓൾറെഡി എൻ്റെ കയ്യിലുള്ള 2 കളേഴ്സിൽ ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. അതായത് യൂസ് ചെയ്ത ഏതെങ്കിലും കളർ എനിക്ക് ഓൾറെഡി ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ റെഡും ഉണ്ട്. പക്ഷെ ഇവിടെ യെല്ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം v2ഉം v3 അഡ്ജസൻ്റ് ആയതുകൊണ്ട് v3ക്ക് യെല്ലോ പറ്റില്ല. പക്ഷെ എന്ത് വേണമെങ്കിൽ പറ്റും? റെഡ് പറ്റും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പിന്നെ പുതിയൊരു കളർ ചൂസ് ചെയ്യരുത്. കാരണം എപ്പോഴും നമ്മൾ ലോവസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ ഗ്രാഫിനെ കളർ ചെയ്യാൻ. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ തലയിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വീണ്ടും ഈ v3നെ ഞാൻ എന്തായിട്ട് തന്നെ യൂസ് ചെയ്യുന്നു? ഈ റെഡ് കളർ തന്നെ യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത വേർട്ടെക്സിലേക്ക് വരുന്നു, v4ലേക്ക്. അപ്പം v4 നോക്കുന്ന സമയത്ത് എന്താണ്? v1ഉം v3 ആണ് അഡ്ജസൻറ്റ്. അതിന് രണ്ടിനും റെഡ് ആണ്. അപ്പം v4ന് എന്ത് കൊടുക്കാൻ പറ്റില്ല?
റെഡ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, ഈ പറഞ്ഞ യെല്ലോ കൊടുക്കാം. കാരണം V2 ആയിട്ട് എന്തല്ല, അഡ്ജസൻ്റ് അല്ല. അതുകൊണ്ട് ഓൾറെഡി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ കളറിലേക്ക് പോകരുത്, കാരണം ലോവസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് ലോവസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് ചൂസ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയും V4 ഞാൻ എന്ത് ചെയ്യുന്നു, യെല്ലോ കൊടുക്കുന്നു. പക്ഷെ സപ്പോസ് ഇവിടെ ഇത് രണ്ടും അഡ്ജസൻ്റ് ആണെങ്കിലോ, യെല്ലോ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ ലോവസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിന് പ്രസക്തി ഇല്ല. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെടുത്തേ പറ്റൂ, നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, V4 V1 V2 V3 ഒക്കെ അഡ്ജസൻ്റ് ആണ്. അവിടെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് യെല്ലോയും അതുപോലെ തന്നെ റെഡും ഉണ്ട്. അത് രണ്ടും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പുതിയ മൂന്നാമത്തെ കളർ എനിക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് അവിടെ ഞാൻ എന്ത് ചൂസ് ചെയ്യും, വേറൊരു പുതിയ ഇവിടെ ഉപയോഗിക്കാത്ത മൂന്നാമത്തെ ഒരു കളർ ബ്ലൂ ഞാൻ യൂസ് ചെയ്യും. ഓക്കെ. ഇനി V5ലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് ഈ മൂന്നെണ്ണത്തിൽ റെഡ് ഒഴികെയുള്ള ഏതെങ്കിലും ഒരു കളർ എനിക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലൂ തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്രീഡീസ് അൽഗോരിതം പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രീഡീസ് അൽഗോരിതം പ്രൊസീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന കളേഴ്സ് ഓരോ വെർട്ടെക്സ് ആയിട്ട് ചൂസ് ചെയ്യുക. അങ്ങനെ ഓരോ വെർട്ടെക്സിനെ കളർ ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡിൽ എന്തുണ്ടാവണം, ഇത് മിനിമം നമ്പർ ഓഫ് കളേഴ്സ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത് ഓൾറെഡി ഉപയോഗിച്ച കളേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രാഫിൻ്റെ കളറിങ് ഇതാക്കാം, കംപ്ലീറ്റ് ചെയ്യുക. ഇനി അഥവാ ഒരു പർട്ടിക്കുലർ കേസ് ആവാത്ത കേസ്, ഓൾറെഡി നമ്മളെ കയ്യിലുള്ള കളേഴ്സ് ഉപയോഗിച്ച് കളർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ മാത്രം നമ്മളെ കയ്യിലുള്ള പുതിയ കളർ യൂസ് ചെയ്യുക. ഓക്കെ. ഇത്രയാണ് അവിടെ ഗ്രീഡീസ് അൽഗോരിതം പറയുന്നത്. first vertex with the first color. Now consider the remaining V-1 vertices one by one and do the following. Color the currently picked vertex with the lowest numbered color if it has been not been used to color any of its adjacent vertices. ആ പറഞ്ഞിരിക്കുന്ന കളക്ഷനിലുള്ള കളേഴ്സ് ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക. ഇഫ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ്, ഓൾറെഡി എല്ലാം യൂസ് ചെയ്തതാണെങ്കിൽ then choose the next least number of colors. ആദ്യം നമ്മൾ ഒരൊറ്റ സെറ്റ് ഓഫ് കളേഴ്സ് എടുത്തു, അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്തു, രണ്ടാമത്തേൽ വരുമ്പോൾ എനിക്ക് ആ കളർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കളറിൽ 2 നമ്പർ എടുത്തു, എന്നിട്ട് ആ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇനി ബാക്കി ഞാൻ കളർ ചെയ്യാൻ പറ്റുമോ നോക്കുക. അവിടെ പറ്റാത്ത അവസ്ഥ വന്നാൽ മാത്രം മൂന്നാമത്തെ കളർ കൂടി ചൂസ് ചെയ്ത് നമ്മുടെ സെറ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ. If all the previously used colors have been used, then assign a new color to the currently picked vertex. പുതിയ കളർ അപ്പോൾ മാത്രം അസൈൻ ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീഡീസ് അൽഗോരിതം. ഗ്രീഡീസ് അൽഗോരിതം എന്ന് പറയുന്നത് മിനിമം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്ന എല്ലാ അൽഗോരിതത്തിനെയും ജനറൽ ആയിട്ട് പറയുന്നതെന്നും കൂടി മനസ്സിലാക്കുക. നമ്മുടെ പ്രിംസ് അൽഗോരിതം ഒരു ഗ്രീഡി അൽഗോരിതമാണ്, അതുപോലെ ക്രസ്കൽസ് അൽഗോരിതം ഒരു ഗ്രീഡി അൽഗോരിതമാണ്. ഇത് കളറിങ് അവിടെയൊക്കെ നമ്മൾ മിനിമം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇവിടെ ക്രസ്കലിനും പ്രിംസിലും ആണെങ്കിൽ മിനിമം ലെങ്ത് ഉള്ള സ്പാനിങ് ട്രീ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ മിനിമം കളേഴ്സ് ഉപയോഗിക്കുക. അപ്പം മിനിമം എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതംസിനെ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു, ഗ്രീഡീസ് അൽഗോരിതം എന്ന് വിളിക്കുന്നത് മാത്രം. ഓക്കെ. ഇനി അടുത്തതാണ് ക്രോമാറ്റിക് നമ്പർ. എ ഗ്രാഫ് G that requires k different colors for its proper coloring and no less is called a k chromatic graph, and the number k is called chromatic number of G. സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മളൊരു ഗ്രാഫ് കളർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഏറ്റവും മിനിമം നമ്പർ ഓഫ് കളേഴ്സിനെയാണ് അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുക. ആ മിനിമം നമ്പർ ഓഫ് കളർ k ആണെങ്കിൽ ആ ഗ്രാഫിനെ ഞാൻ എന്ത് വിളിക്കും, k ക്രോമാറ്റിക് ഗ്രാഫ് എന്ന് വിളിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിന് എനിക്ക് കളർ ചെയ്യണമെങ്കിൽ മിനിമം എത്ര വേണം, മിനിമം 3 കളർ വേണം. അപ്പോൾ ഇതൊരു 3 ക്രോമാറ്റിക് ഗ്രാഫാണ്, 3 ക്രോമാറ്റിക് ഗ്രാഫാണ്. അതുപോലെ ഇതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എത്രയാണ്, 3 ആണ്. അതായത് ആ ഗ്രാഫിനെ കളർ ചെയ്യാൻ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എത്രയാണോ അതിന് നമുക്ക് ആവശ്യമുള്ള നമ്പർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുക. ആ നമ്പറിനെ ഡിനോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഗ്രാഫിന് ഒരു നെയിം കൊടുക്കുന്നു, k ക്രോമാറ്റിക്. k ആണ് ക്രോമാറ്റിക് നമ്പർ എങ്കിൽ k ക്രോമാറ്റിക് ഗ്രാഫ് എന്ന് വിളിക്കും. ഓക്കെ. Chromatic graph is a graph that can be properly colored with k colors but not with less than k colors. k chromatic graph എന്ന് പറഞ്ഞാൽ മിനിമം k കളർ ഉപയോഗിച്ചിട്ട് ആ ഗ്രാഫിനെ എനിക്ക് കളർ ചെയ്യാൻ പറ്റണം.
കെയിൽ കുറവുള്ള ഗ്രാഫിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പർ ഓഫ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് കളർ ചെയ്യാൻ പറ്റില്ല. കെയിൽ കൂടുതലുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അതിനെ കളർ ചെയ്യാം. ഓക്കെ, കളർ ചെയ്യാം, പക്ഷെ അത് ആ ഇതിൻ്റെ ഡെഫിനിഷൻ്റെ പരിധിയിൽ വരുന്നില്ല. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെ ഡിനോട്ട് ചെയ്യുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. മിനിമം എത്രയാണോ വേണ്ടത് അതിൻ്റെ വെച്ചിട്ടാണ് ഞാൻ അതിന് പേര് കൊടുക്കുന്നത്. അതിനപ്പുറം വേണമെങ്കിലും കളേഴ്സ് ഉപയോഗിച്ചിട്ട് അതിന് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു കളറിങ് ഗ്രാഫ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട. ഡെഫിനിഷൻ പറയുമ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക. കെ ക്രോമാറ്റിക് ഗ്രാഫ് എന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ആ ഗ്രാഫ് കളർ ചെയ്യണമെങ്കിൽ കെ കളേഴ്സ് വേണം. കെയിൽ കുറവുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഗ്രാഫിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കളർ ചെയ്യാൻ പറ്റില്ല. കെയിൽ കൂടുതലുള്ളത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കളർ ചെയ്യാതിരിക്കുക. അതിൻ്റെ കണ്ടീഷനെ പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട. ഓക്കെ, ദസ് ദ ക്രോമാറ്റിക് നമ്പർ ഓഫ് എ ഗ്രാഫ്, അല്ലെങ്കിൽ ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള, ക്രോമാറ്റിക് നമ്പർ ഓഫ് എ ഗ്രാഫ് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് വിത്ത് വിച്ച് ദ ഗ്രാഫ് ക്യാൻ ബി പ്രോപ്പർലി കളർഡ്. നമ്മുടെ ഗ്രാഫ് പ്രോപ്പർലി കളർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള മിനിമം നമ്പർ ഓഫ് കളറിനെയാണ്, അതിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുക. ഓക്കെ, ദ ക്രോമാറ്റിക് നമ്പർ ഓഫ് എ ഗ്രാഫ് ഈസ് ഡിനോട്ടഡ് ബൈ കൈ ഓഫ് ജി. കൈ ഓഫ് ജി എന്നാണ് ക്രോമാറ്റിക് നമ്പർ ഡിനോട്ട് ചെയ്യുക. സിമ്പിൾ എന്ന് ഓർക്കുക, കൈ ഓഫ് ജി. ഓക്കെ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ കൈ എന്ന് പറയുന്നൊരു ഇതാണ്, CHI. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ, കൈ ഓഫ് ജി. The chromatic number of a graph is the minimum number of colors required to proper coloring. Simple ആയിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. Then, in coloring graph, there is no point in considering disconnected graphs. Therefore, it is usual to investigate coloring of connected graphs only. അത് നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിസ്കണക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിലും കളറിങ് കണ്ടെത്താം. ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ്, ഫുള്ളും ഐസൊലേറ്റഡ് വേർട്ടിസസ് മാത്രമുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ, ഇപ്പം ഫുള്ളും ഐസൊലേറ്റഡ് വേർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ ഇതിനെ കളർ ചെയ്യാൻ വേണ്ടി എനിക്ക് എന്താ വേണ്ടത്, കളറിങ് വേണ്ടത് ഒറ്റ ഇതേ വേണ്ടു, ഒരു വൺ ക്രോമാറ്റിക് ഗ്രാഫ് എന്ന് വിളിക്കാം. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ കണക്റ്റഡ് ഗ്രാഫിൻ്റെ കേസാണ് നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ബേസ് ഇതിലും വേണമെങ്കിൽ ക്രോമാറ്റിക് നമ്പർ ചോദിക്കാൻ, കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രീതിയിലും ചോദിക്കാം. അപ്പോൾ ഐസൊലേറ്റഡ് ഗ്രാഫിൽ ക്രോമാറ്റിക് നമ്പർ എന്തായിരിക്കും, 1 ആണ്. അപ്പോൾ അതൊരു 1 ക്രോമാറ്റിക് ഗ്രാഫാണ് ഐസൊലേറ്റഡ് ഗ്രാഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ചോദിക്കട്ടെ, നമ്മുടെ K4 എന്ന് പറഞ്ഞ ഗ്രാഫ്, അല്ലെങ്കിൽ K3 എന്ന് പറയുന്ന ട്രയാങ്കിൾ, K3 എന്ന് പറയുന്ന ഗ്രാഫ്, അത് ഏത് ക്രോമാറ്റിക് ആണ്? അതിൽ ആദ്യത്തേതാണ് K3, രണ്ടാമത്തത് K4, മൂന്നാമത്തത് ഒരു ട്രീ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്രോമാറ്റിക് നമ്പർ അല്ലെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? ഇവിടെ ഗ്രാഫ് കളർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും റെഡ് ഞാൻ ഉപയോഗിച്ചു. ഓക്കെ, ഇനി അടുത്തത് കളർ ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, യെല്ലോ ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തത് കളർ ചെയ്യാൻ റെഡും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, യെല്ലോ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം അത് ഓൾറെഡി യൂസ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലൂ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഇത് കളർ ചെയ്യാൻ വേണ്ടത്. ഇനി അടുത്തൊരു ഗ്രാഫ് കളർ ചെയ്യാൻ ഞാൻ ആദ്യം ബ്ലൂ ഉപയോഗിക്കുന്നു. പിന്നെ എനിക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റൂ, പിന്നെ എനിക്ക് യെല്ലോ ഉപയോഗിക്കാം. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യെല്ലോ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, കളർ ഡിഫറെൻ്റ് ആക്കുന്നു, ബ്ലാക്ക് ആക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പം ഇവിടെയും അതെന്താണ്, അഡ്ജസൻ്റ് ആണ്. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി യൂസ് ചെയ്ത് ഈ 3 കളർ യൂസ് ചെയ്യാൻ പറ്റില്ല, നാലാമതൊരു കളർ. ഓക്കെ, ഈ 4 കളേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഗ്രാഫ് കളർ ചെയ്യാൻ പറ്റൂ. ഇവിടെ 3, ഇവിടെ എന്താ 4. ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 3 വേർട്ടെക്സ് ആണ്, ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 4 വേർട്ടെക്സ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഗ്രാഫിലെ എല്ലാ വേർട്ടിസസും പരസ്പരം അഡ്ജസൻ്റ് ആണെങ്കിലല്ലേ കംപ്ലീറ്റ് ഗ്രാഫ്. പരസ്പരം അഡ്ജസൻ്റ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താ, ഒരാൾക്ക് ഉപയോഗിച്ച് ഇത് കളർ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ഒരു വേർട്ടെക്സിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ n വേർട്ടെക്സ് ഉണ്ടെങ്കിൽ ഒരു വേർട്ടെക്സിന് ഉപയോഗിച്ച കളർ ബാക്കി n-1 വേർട്ടെക്സസ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വേർട്ടെക്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്താൽ ഈ രണ്ടാമത്തെ വേർട്ടെക്സും ബാക്കിയുള്ള എല്ലാ വേർട്ടെക്സായിട്ട് എന്താണ്, അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അതിന് ഉപയോഗിച്ച ഒരു വേർട്ടെക്സിൻ്റെ കളർ ബാക്കി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു K4 അല്ലെങ്കിൽ K5 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് എടുത്താൽ എല്ലാ വേർട്ടിസസ് അഡ്ജസൻ്റ് ആയതുകൊണ്ട് ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, 1-2 കളേഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ കളർ ചെയ്യാൻ പറ്റില്ല. അവിടെ എത്ര കളേഴ്സ് വേണം, മിനിമം ഈ പറഞ്ഞ പോലെ തന്നെ n നമ്പർ ഓഫ് കളേഴ്സ്, എല്ലാ വേർട്ടെക്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുന്ന ഒരു ഗ്രാഫ്, അങ്ങനെ മാത്രം പോസിബിൾ ആവുന്ന ഒരു ഗ്രാഫാണ് ഇത് കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, KNൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ n ആണ്. അതിൽ കുറഞ്ഞിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കളർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഹോംവർക്ക് ഏരിയയാണ്, ഒരു ബൈപാർട്ടറി ഗ്രാഫ് ആണെങ്കിൽ
അവിടെ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി എത്ര ടൈപ്പ് കളേഴ്സ് യൂസ് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇനി ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ഗ്രാഫിലേക്ക് വരുന്നു. മൂന്നാമത്തിൽ ആദ്യം ഞാൻ റെഡ് കൊടുക്കുന്നു. രണ്ടാമത് എനിക്ക് വേറെ കളർ കൊടുക്കണം, ഇത് കൊടുക്കാം. മൂന്നാമത്തിൽ വരുമ്പോൾ എനിക്ക് യെല്ലോ കൊടുക്കണ്ട, പക്ഷേ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള റെഡ് എനിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് യെല്ലോ കൊടുക്കാം. അപ്പോൾ ട്രീ ഇവിടെ കളർ ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര കളേഴ്സ് വേണം? 2 കളേഴ്സ്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ കുറച്ചും കൂടി ട്രീക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ടോ, ഇവിടെയൊക്കെ കുറേ ബ്രാഞ്ചുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വരിക, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കളർ എന്താണോ റെഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഭാഗത്തും എനിക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞ യെല്ലോ യൂസ് ചെയ്യാം. പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ യെല്ലോ ഇതുമായിട്ട് മാത്രം അഡ്ജസ്റ്റൻ്റ്, ഇത് ഇതുമായിട്ട് മാത്രം അഡ്ജസ്റ്റൻ്റ്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് കളർ കൊടുക്കാം, റെഡ് അല്ലാത്ത വേറൊരു കളർ. അപ്പോൾ ഈ ട്രീ നിങ്ങൾ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ട്രീൻ്റെ ഒരു പ്രത്യേകത, ട്രീ എന്താണ്, ഒരു 2 ക്രോമാറ്റിക് ഗ്രാഫാണ്. അതിൻ്റെ ഒരു തിയറും പ്രൂഫൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രീ എന്ന് പറഞ്ഞാൽ ഒരു 2 ക്രോമാറ്റിക് ഗ്രാഫാണ്. KN എന്ന് പറഞ്ഞാൽ ഒരു N ക്രോമാറ്റിക് ഗ്രാഫാണ്. ഓക്കെ, പറഞ്ഞിരിക്കുന്ന ക്രോമാറ്റിക്കുമായി ബന്ധപ്പെടുന്ന കുറച്ച് നോട്ട്സ് ആണ്. ഈ നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല, കാരണം കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തോർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. ചിലതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ഒന്ന് ഓർക്കുക. All parallel edges between 2 vertices can be replaced by a single edge without affecting the adjacency of vertices. Self loop must be disregarded. Thus for coloring problem we need only consider simple connected graph. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫുകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാരലൽ എഡ്ജ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കളർ ചെയ്യാൻ വേണ്ടി ഇനി സപ്പോസ് ഇവിടെയൊക്കെ പാരലൽ എഡ്ജും ലൂപ്പും ഒക്കെ ഉള്ളൊരു ഗ്രാഫാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് കളർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ലോജിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗ്രാഫിനെ കളർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേർട്ടെക്സ് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന ഈ വേർട്ടെക്സിനെ കളർ ചെയ്യുന്നതിൽ എന്താണ്, ഒരു എഡ്ജിൻ്റെ അഡ്ജസൻസി തന്നെ ധാരാളമാണ്. കാരണം അത് പ്രകാരം തന്നെ ഈ 2 വേർട്ടെക്സ് എന്തായി, അഡ്ജസൻ്റ് ആയി. പിന്നെ അതിൽ കൂടുതൽ വേറൊരു എഡ്ജ് ഉണ്ട് എന്നുള്ളത് അതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ പാരലൽ എഡ്ജോ ഇനി അതേപോലെ തന്നെ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പിന് യാതൊരുവിധ ഇതിലും എന്ത് ചെയ്യുന്നില്ല, ഒരു എഫക്റ്റും എന്തിനുണ്ടാക്കുന്നില്ല, കളറിങ്ങിൽ ഉണ്ടാക്കുന്നില്ല. കാരണം ലൂപ്പ് ഒരു വെർട്ടെക്സിൻ്റെ മുകളിൽ വരയ്ക്കുന്ന ഒരു അഡ്ജസൻസിയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ഗ്രാഫിനൊരു കളർ കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ലൂപ്പ് അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിൻ്റെ കളറിന് ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണെന്ത് പാരലൽ എഡ്ജ്. പാരലൽ എഡ്ജിൽ ഒരു ഗ്രാഫിനൊരു കളർ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഗ്രാഫിന് കളർ കൊടുക്കുമ്പം ഈ ഒരു എഡ്ജോ അല്ലെങ്കിൽ ഈ ഒരു എഡ്ജോ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കളറിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ പാരലൽ എഡ്ജിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. എ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ഐസൊലേറ്റഡ് വെർട്ടിസസ് 1 ക്രോമാറ്റിക്. ഓൾറെഡി ഞാൻ പറഞ്ഞു, എല്ലാം ഡിസ്കണക്റ്റഡ്, ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫിൽ എന്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് മാത്രമാണെങ്കിൽ ഒരു 1 ക്രോമാറ്റിക് ആണ്. എ ഗ്രാഫ് വിത്ത് 1 or more edges, നോട്ട് എ സെൽഫ് ലൂപ്പ് ഓഫ് കോഴ്സ്. എന്താണ്, ഒന്നോ അങ്ങനെ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, ഒരു എഡ്ജ്, ലൂപ്പ് അല്ലാത്ത ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനെന്തുണ്ടാവും, 2 വേർട്ടിസസ് ഉണ്ടാവും. 2 വേർട്ടിസസ് ഉണ്ടാകുമ്പം അതിനെ കളർ ചെയ്യാൻ എന്തായാലും മിനിമം എത്ര വേണം, 2 കളറിങ് വേണ്ടേ? ഓക്കെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഗ്രാഫിനെ കളർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു എഡ്ജ്, ലൂപ്പ് അല്ലാത്ത ഒരു എഡ്ജുള്ള ഏതൊരു ഗ്രാഫും എന്ത് ഗ്രാഫായിരിക്കും, നിർബന്ധമായും 1 ക്രോമാറ്റിക് ആയിരിക്കില്ല, 2 ക്രോമാറ്റിക്കോ 3 ക്രോമാറ്റിക്കോ ഒക്കെ ആയിരിക്കും. ഈസ് അറ്റ്ലീസ്റ്റ് 2 ക്രോമാറ്റിക്. ഒന്നിക്ക് 2 ക്രോമാറ്റിക് ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഡ്ജസ് ഉണ്ടെങ്കിൽ 3 or 4 ഒക്കെ വരാം. പക്ഷെ ഒരു കാരണവശാലും എന്താവില്ല, 1 ക്രോമാറ്റിക് ആവില്ല. ലൂപ്പ് അല്ലാത്ത ഒരു എഡ്ജെങ്കിലുള്ള ഗ്രാഫ് 1 ക്രോമാറ്റിക് ആവില്ല. ഓക്കെ, ആൾസോ കോൾഡ് ഈ 2 ക്രോമാറ്റിക് ഗ്രാഫ് നമ്മൾ വിളിക്കുന്നതാണെന്ത്, ബൈക്രോമാറ്റിക് ഗ്രാഫ്. A complete graph on n vertices is n chromatic as all of its vertices are adjacent. Already നമ്മൾ പറഞ്ഞു. Hence a graph containing a complete graph of r vertices is at least r chromatic. അതുപോലെ വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ്, ഒരു ഗ്രാഫിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ K4 എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ ഭാഗം ഇവിടെ വരുന്നു. അതിനുശേഷം ഇവിടെയും കുറേ വേർട്ടീസസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ഭാഗം മാത്രം നോക്കുമ്പോൾ ഇതെന്താണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ ഇതിനെ കളർ ചെയ്യണമെങ്കിൽ എനിക്ക് മിനിമം എത്ര വേണം, മിനിമം ഇത് K4 ആണെങ്കിൽ 4 കളർ വേണം. ഈ 4 കളർ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ബാക്കി ഭാഗം കളർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അറ്റ്ലീസ്റ്റ് എത്ര വരും, 4 വരും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ, കംപ്ലീറ്റ് ഗ്രാഫ് മാത്രമാണെങ്കിൽ
അതിന് n വേർട്ടെക്സ് ഉണ്ടെങ്കിൽ n ക്രോമാറ്റിക് ആണ്. ഇനി ഒരു ഗ്രാഫിൽ ഏതെങ്കിലും ഒരു സബ് ഗ്രാഫ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വരുന്നു, അതിൽ r വേർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ ടോട്ടൽ ഗ്രാഫ് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും, r ക്രോമാറ്റിക് ആയിരിക്കും. കാരണം ആ പറഞ്ഞിരിക്കുന്ന സബ് ഗ്രാഫ് കളർ ചെയ്യണമെങ്കിൽ എനിക്ക് മിനിമം എത്ര വേണം, r കളർ വേണം. ആ കളർ ഉപയോഗിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ടോട്ടൽ ഗ്രാഫിന് കളർ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടിയും എക്സ്ട്രാ ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ മിനിമം അതെന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് അതൊരു r ക്രോമാറ്റിക് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് എവറി ഗ്രാഫ് ഹാവിങ് എ ട്രയാങ്കിൾ ഈസ് അറ്റ്ലീസ്റ്റ് 3 ക്രോമാറ്റിക്. ഒരു 3 വേർട്ടെക്സ് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഒരു ഗ്രാഫിൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഗ്രാഫ് എന്താണ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ക്രോമാറ്റിക് ഗ്രാഫാണ്. വേർഡ് ശ്രദ്ധിക്കണേ, 3 ക്രോമാറ്റിക് ഗ്രാഫ് ആണെന്നാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് അറ്റ്ലീസ്റ്റ് ആണ്. 3 4 5 6 വരാം, പക്ഷെ ഒരു കാരണവശാലും 2 ക്രോമാറ്റിക്കോ 1 ക്രോമാറ്റിക്കോ ആവില്ല. ഓക്കെ, എ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് സിംപ്ലി one circuit with n greater than or equal to 3 vertices is 2 chromatic if n is even and 3 chromatic if n is odd. ഒരു സൈക്കിളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, ഒരു സൈക്കിളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊരു 4 സൈക്കിളാണ്, ഇതൊരു 3 സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സൈക്കിള് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 1, അടുത്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ അടുത്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ. ഓക്കെ, ഇനി അടുത്തൊരു ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിലേക്ക് വരുമ്പം ഇവിടെ ചേർക്കുന്നു. ഓക്കെ, ഇത് രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കിൾസ് ആണ്. ആദ്യത്തേത് C3 ആണ്, രണ്ടാമത്തേത് C4 ആണ്. ഓക്കെ, അപ്പോൾ ഓഡ് ആവുന്ന സമയത്ത് എനിക്ക് എത്ര വന്നു, ഈ പറഞ്ഞിരിക്കുന്ന 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു. അത് 3 ക്രോമാറ്റിക് ആയി. ഇവിടെ എന്തേ വേണ്ടു, ഈവൺ ആകുമ്പോൾ 2 എണ്ണം വന്നു. ഓക്കെ, 2 ഗ്രാഫ്, കാരണം അഡ്ജസൻസിനെ ബേസ് ചെയ്തിട്ടാണ് സൈക്കിൾ വരിക അല്ല. സൈക്കിളിൽ എല്ലാ വേർട്ടിസസും ഡിഗ്രി എത്തിയാൽ 2 ആണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം വരുന്ന സമയത്ത്, ഈവൺ ആവുന്ന സമയത്ത് സൈക്കിളിൽ ഈവൺ ലെങ്ത് ആണെങ്കിൽ അതെന്തായിരിക്കും, 2 ക്രോമാറ്റിക് ആണ്. ഓഡ് ലെങ്ത് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വരും, അതിന് 3 ക്രോമാറ്റിക് ആയിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 5 എണ്ണം ഉള്ളത് എടുക്കുക. 5 എണ്ണം ഉള്ളത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ റെഡ്, ഇവിടെ റെഡ്, പിന്നെ നമുക്ക് ഇവിടെ റെഡ് കൊടുക്കാൻ കഴിയില്ല, അപ്പം വേറൊരു കളർ കൊടുക്കണം. ഓക്കെ, ഇവിടെ ബ്ലൂ, പിന്നെ ഇവിടെയും വേണമെങ്കിൽ ബ്ലൂ കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ 2 കളർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പുതിയൊരു 3ാമത്തെ ഒരു കളർ നമുക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ C5 എന്തായി, 3 ക്രോമാറ്റിക് ആയി. അപ്പോൾ ഒരു സൈക്കിൾ ഓഫ് ലെങ്ത് ഓടാണെങ്കിൽ അത് 3 ക്രോമാറ്റിക് ആയിരിക്കും. സൈക്കിൾ ഓഫ് ലെങ്ത് ഈവൺ ആണെങ്കിൽ അത് 2 ക്രോമാറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത കുറച്ചും കൂടി പോയിന്റ്സ് ഉണ്ട്, അതുപോലെ കുറച്ച് തിയറംസ് ഉണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമാറ്റിക് നമ്പർ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ടും നിർബന്ധമായിട്ടും മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കാം. ഓക്കെ.